ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൊങ്ങിണി ഡിഷും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാവയ്ക്ക വെച്ച് ഉണ്ടാക്കുന്നതാണ്. പാവയ്ക്കായും നമ്മുടെ ഉരുളക്കിഴങ്ങും പിന്നെ ചേമ്പും കൂടെ ഇട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. മിക്ക കൊങ്ങിണി വീടുകളിലും സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ? അപ്പോൾ എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും ഒരു ചേമ്പും, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 4 ടേബിൾ സ്പൂണ് തേങ്ങാ ചിരുവതും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ചേമ്പ് വലിയ ചേമ്പായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, ഉരുളക്കിഴങ്ങിൻ്റെയും പകുതി എടുക്കുന്നുള്ളേ. ഇതെല്ലാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നീളത്തിലരിഞ്ഞത് അരിഞ്ഞ് ഒരു പാത്രത്തിനകത്തിട്ട് അത് വേവിക്കാൻ വയ്ക്കാം. നമുക്ക് അത് വെള്ളം അരിഞ്ഞു വെച്ചിട്ടില്ല, അതിൻ്റെ അത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട. എന്നിട്ട് ഇത് നമുക്ക് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. വേവിക്കാൻ ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വെന്ത് കഴിയും. ഉരുളക്കിഴങ്ങും ചേമ്പും ഒക്കെ പെട്ടെന്ന് വേവുന്നതാണ്. അപ്പം നല്ല ചേമ്പായി പ്രാവശ്യം കിട്ടിയത്. ചിലവർ ചേമ്പിടുന്നതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇടാറില്ല. ഇപ്പം ചേമ്പ് കിട്ടാത്ത സീസണൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്താണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ടും ചെയ്യാം ഈ കറി. പിന്നെ ഇപ്പോൾ ഒരുമാതിരി വെന്ത് ഈ ഒരു പരുവത്തിന് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിടാം. ഞാൻ ഉപ്പ് ആദ്യമേ വേവിക്കുന്ന സമയത്ത് ഇടാം, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഇടാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. ഇപ്പം ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി നമുക്ക് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മൾ തിരികെ തേങ്ങ എടുത്തില്ലായിരുന്നോ, ചിരവിയ തേങ്ങ എടുത്ത് വെച്ച്, അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇത്രയും നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്കിതെല്ലാം കൂടെ ഇളക്കി ഒന്നും കൂടെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കാനല്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് തിളയ്ക്കണം. അപ്പോൾ അതിൻ്റെ പാവയ്ക്കായ്ക്കും ഒരു ചേമ്പിനും ഒക്കെ ആ ഒരു അരപ്പും കൂടെ അരപ്പിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വേവണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം വേണമെങ്കിൽ ഈ സമയത്ത് മാങ്ങ ഇടാം പുളിക്ക് വേണ്ടി, അല്ലെങ്കിൽ പുളി ഉണ്ടല്ലോ, ഇരുമ്പൻ പുളി, അതിടാം. അല്ലെങ്കിൽ ഞാനിവിടെ തൈരാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ തക്കാളി ഇടാം. അങ്ങനെ എന്ത് വേണമെങ്കിലും പുളിക്ക് വേണ്ടി ഇടാം. ഇനി തൈര് ഒഴിക്കുന്നവർ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിക്കാവൂ. എന്നിട്ട് ഇത് നന്നായിട്ട്, ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് അടച്ച് വയ്ക്കും. അപ്പം നമുക്ക് ആ തൈരിലൊക്കെ കിടന്ന് പാവയ്ക്കയുടെ കയ്പ്പുമൊക്കെ പോയി, പാവയ്ക്കയുടെ കയ്പ്പുമൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. ഇപ്പം നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ആ ചൂടിൽ തന്നെ തൈരൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും കറക്റ്റായ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതിനകത്ത് ഒന്ന് കടുക് വറുക്കണം. അതിനുവേണ്ടി ഞാനൊരു ചീനിച്ചട്ടി വെച്ചു. അതിനകത്ത് ഒരു ടീസ്പൂണ് കടുകിട്ടു. എണ്ണ ചൂടായപ്പം കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പം അതിനകത്ത് കുറച്ച് ജീരകം, ഒരു നുള്ളു ജീരകം മതി, അതും കൂടെ ഇട്ടിട്ട് കറിവേപ്പിലയും വറ്റൽമുളക് വേണ്ടവർക്കിടാം, ഞാനിവിടെ ഇടുന്നില്ല, ഇത്രയും ജീരകമേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കടുകും പൊട്ടി ജീരകവും ഒന്ന് ചൂടായൊക്കെ കഴിഞ്ഞിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് കറിയിലോട്ട് ഇടണം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻസൊക്കെ ഇടണേ. ഞാനിടുന്ന കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് കടുക് വറുത്ത് കഴിഞ്ഞ് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് നമുക്ക് അങ്ങോട്ട് കറിയിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഇതൊരു നല്ല ഡിഷ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കൊങ്ങിണി ഒരു ഡിഷാണ്. മിക്ക കൊങ്ങിണി വീടുകളിൽ ഇതുണ്ടാക്കാറുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പല സ്ഥലത്ത് പല രീതിയിൽ പറയുന്നതേ ഉള്ളൂ അതിന് പേര്. അപ്പം ഇപ്പം നമ്മൾ കടുക് വറുത്ത് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ഒരു കറിയാണ്. ഇതിനകത്ത് പാവയ്ക്ക കറി ആയതുകൊണ്ട് പാവയ്ക്കായ്ക്ക് കയ്പോ ഒന്നും തോന്നത്തില്ല, പിള്ളേർക്കും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിച്ച്, ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.
നല്ല തൈരില്ലാത്തവർ നമുക്ക് തൈര് ഒഴിക്കാൻ, ചിലർക്ക് തൈര് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ നമുക്ക് നല്ല പുളിയുള്ള മാങ്ങ ഉണ്ടെങ്കിൽ അതിടാം. അപ്പോൾ അതൊക്കെ ഇടുവാണെങ്കിൽ വേവിക്കുന്ന സമയത്ത് തന്നെ ഇടണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.